ഈച്ച എന്നുള്ളൊരു ക്യാരക്ടർ ഭയങ്കര ഇതെല്ലാം ഇനി ഇല്ലല്ലോ എന്നുള്ള ആലോചിച്ചിട്ടായിരുന്നോ? അല്ല, അത് ഇടയ്ക്കൊക്കെ ഇത് ആ സീനൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഫണ്ണായിരുന്നു എനിക്ക്. ആക്ച്വലി ഫണ്ണല്ല, ഒരു രസമായിരുന്നു എനിക്ക്. രസമായിട്ടാണ് ചെയ്തത്. ഒരു പുതിയൊരു എക്സ്പീരിയൻസും അത് ഇനി ചിലപ്പോൾ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ ലവ്ലി പോലത്തെ ഒരു സിനിമ ഇനി സംഭവിക്കാനും ചാൻസ് കുറവാണ് എൻ്റെ ഒരു കരിയറിൽ. അല്ലെങ്കിൽ ശരി, അത്രയും എനിക്ക് അതുകൊണ്ട് ഭയങ്കര ക്ലോസ്. എനിക്ക് തോന്നുന്നതെന്നറിയോ, മാത്യുവിന്റെ കുറെ സിനിമകൾ ഇറങ്ങുന്ന വെച്ചാല് അതിലൊക്കെ ഇങ്ങനെ ഈ ഗേൾ ഫ്രണ്ട് സെറ്റ് ആവാഞ്ഞിട്ട് ഇപ്പം നസ്ലുമായിട്ടൊക്കെ കോമ്പോയിലൊക്കെ ഇങ്ങനത്തെ ഒരു വളരെ സാഡ് ആയിട്ടുള്ള ഫേസ് ആണ്. ഭയങ്കര ഇങ്ങനെ ഡിപ്രസ്ഡ് ആണ്, അങ്ങനെ ശരിയാവുന്നില്ല ഒന്നും, എന്തെന്നാടാന്ന് ചോദിക്കുന്നുള്ളൊരു അതിൽ നിന്നാണ് ഒരു ദിവസം നോക്കുമ്പോൾ ഇദ്ദേഹം തമിഴ് പോകുന്നു, എടാ ചെക്ക ഹാപ്പി ആന്ന് പറഞ്ഞ് ആൾക്കാർ കമന്റ് ഇടുന്നു. അത് കഴിഞ്ഞ് ലവ്ലി വരുമ്പോഴത്തേക്കും ലവ്ലി ഈച്ചയുമായിട്ട് ആണെങ്കിൽ പോലും അപ്പം ഈ പറയുന്ന വീട്ടിലത്തെ ഒരു അനിയൻ അല്ലെങ്കിൽ ഒരു കുട്ടനായിട്ട് എല്ലാവരും കണ്ടിങ്ങനെ പറയാണ്. അപ്പം ലവ്ലി വരുമ്പോൾ എനിക്കൊന്ന് ആൾക്കാർ കുറച്ചുകൂടെ ഹാപ്പി ആയിരിക്കും തോന്നുന്നു. ആള് ഹാപ്പിയാ എന്നൊക്കെ പറയുന്ന രീതി. ലവ്ലി മൊത്തത്തിൽ വേറൊരു ക്യാരക്ടറും ഈ ഈച്ച എന്നുള്ളൊരു ഇപ്പം എൻ്റെ ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഭയങ്കര ഡ്രീമറാ. ഇവൻ്റെ കുറേ ഡ്രീമുകൾ കാണിക്കുന്നുണ്ട് പടത്തിൽ. അപ്പോൾ അത് ഭയങ്കര ആ ഡ്രീമുകൾ ഫിലിം ചെയ്യുന്നതും ഭയങ്കര രസമായിരുന്നു ആക്ച്വലി. പിന്നെ ഓൾസോ ഭയങ്കര മിനിയേച്ചർ സാധനങ്ങളോട് ഇഷ്ടമൊക്കെ ഉള്ള മിനിയേച്ചർ ടോയ്സോ. അതുമുണ്ട്. അതെ അതെ, അത് ശരിക്കും മാത്യുവിൻ്റെ ഒരു പേഴ്സണൽ ലൈഫായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം മാത്യുവിന് കുറച്ച് ഈ പറയുന്ന വണ്ടികളോടും ഇതിനോടൊക്കെ ഇഷ്ടമില്ല. ഇതിനകത്തൊരു സീൻ ഉണ്ടല്ലോ, ഒരു വളരെ ചെളി പിടിച്ചിട്ടുള്ള ഒരു ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഇതൊക്കെ ആക്കുന്ന ഒരു നല്ലൊരു സീനാണ്. അപ്പൊ അങ്ങനത്തെ ഒരു അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇവനൊരു ചെറിയ ഈച്ചനെ നോട്ട് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത്.